വേൾഡ് മീഡിയാസിൽ തരംഗമായിരിക്കുന്ന ഈ രംഗം മറ്റെവിടെയുമല്ല, സാക്ഷാൽ വൈറ്റ് ഹൌസിൽ തന്നെയാണ് നടക്കുന്നത്. US പ്രസിഡന്റിന്റെ വസതിയിൽ ട്രിപ്ലച്ചിന് എന്ത് കാര്യമെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിക്രമിച്ചൊന്നും കയറിയതല്ല, വിളിച്ചിട്ട് പോയതാണ്. അതായത് ഡൊണാൾഡ് ട്രംപിന്റെ മനസ്സിൽ പെട്ടെന്നൊരു ആശയം ഉദിക്കുകയാണ്. അമേരിക്കൻ ജനതയുടെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിനെ ഇംപ്രൂവ് ചെയ്യുവാൻ ഒരു പ്രസിഡൻഷ്യൽ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തുക, അതും ട്രിപ്ലച്ചിന്റെ നേതൃത്വത്തിൽ. ട്രിപ്ലച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ പഴയ WWE റെസ്ലർ ആയിരുന്ന ഇദ്ദേഹം നിലവിൽ റെസ്ലിംഗ് ഒക്കെ നിർത്തി WWEയിൽ തന്നെ ക്രിയേറ്റീവ് കൺട്രോളറിന്റെ ചുമതലകൾ നോക്കുകയാണ്. എന്നാൽ ഇവിടെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. WWE എന്നത് ഒരു സ്റ്റേജ് എന്റർടൈൻമെന്റ് ആണ്, റിയൽ അല്ല എന്നത്. മാത്രവുമല്ല, സ്റ്റിറോയിഡ് അബ്യൂസിന്റെയും ലോകത്തില്ലാത്ത മറ്റു പല തോന്നിവാസങ്ങളുടെയും പേരിലും ഇതിലുള്ള റെസ്ലർമാർ പലരും ഫേമസ് ആണ്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ തന്നെ വേണോ അമേരിക്കൻസിന്റെ ഫിറ്റ്നസിന്റെ ചുമതല ഏൽപ്പിക്കേണ്ടത് എന്നതാണ്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ചിന്തിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. അമേരിക്കയിൽ മറ്റേത് സ്പോർട്സിനേക്കാളും WWEക്ക് പോപ്പുലാരിറ്റി കൂടുതലുള്ളതിനാൽ യുവാക്കളെയും കുട്ടികളെയും ഉൾപ്പെടെ കൂടുതൽ ജനങ്ങളെ ഇതിലേക്ക് ആകർഷിക്കാം എന്നതാണ്. മാത്രമല്ല, ഡൊണാൾഡ് ട്രംപും WWEയുടെ വലിയൊരു ആരാധകനാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലത്തെ മറ്റൊരു ബ്ലണ്ടറായി തീരുമോ ഇത്? അതോ അമേരിക്കൻസിന്റെ ഫിറ്റ്നസിൽ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാകുമോ? നമുക്ക് കാത്തിരുന്നു കാണാം.